ഇതര ക്രൈസ്തവ സമുദായ അംഗത്തെ വിവാഹം ചെയ്താൽ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് മൗലികാവകാശ ലംഘനമെന്ന് ഹൈക്കോടതി. സഭയ്ക്ക് പുറത്തുള്ള ക്രൈസ്തവരുമായി വിവാഹം പാടില്ല എന്ന ജ്ഞാനായ കത്തോലിക്ക സഭയിലെ കീഴ്വഴക്കം നിയമമല്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ് പറയും. സിറോ മലബാർ സഭയിലെ പ്രധാന വിഭാഗമാണ് കോട്ടയം ആസ്ഥാനമായുള്ള ജ്ഞാനായ കത്തോലിക്ക സമൂഹം. എന്നാൽ ഈ ജ്ഞാനായ കത്തോലിക്ക സഭയിൽ ഇതര ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരെ ജ്ഞാനായ സഭയിൽ നിന്ന് പുറത്താക്കുന്നതാണ് രീതി. ഇതിനെതിരെ കുറച്ചു കാലമായി നിരവധി ഹർജികളും കേസുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു കേസിൽ കോട്ടയം അഡീഷണൽ ജില്ലാ കോടതി ഈ ഇത്തരത്തിലുള്ള നിലപാടിന് എതിരെ വിധി പറഞ്ഞിരുന്നു. അതായത് ഇത്തരത്തിൽ ഒരാളുടെ മൗലികാവകാശം ലംഘിക്കുന്നത് ശരിയല്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു വിധി പറഞ്ഞത്. ഈ വിധി പ്രസ്താവത്തിന് എതിരെയാണ് കോട്ടയം അതിരൂപതയും കോട്ടയം അതിരൂപത അധ്യക്ഷനും ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി അഡീഷണൽ ജില്ലാ കോടതിയുടെ ഈ വിധിന്യായത്തെ ശരിവെക്കുകയാണ് ചെയ്തത്. അതായത് ഇതര ക്രൈസ്തവ സമുദായ അംഗത്തെ വിവാഹം ചെയ്താൽ ഒരാളെ ജ്ഞാനായ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുന്നു. മാത്രമല്ല ജ്ഞാനായ സഭയുടെ ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് ഒരു നിയമമല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരാൾക്ക് ഒരു സമുദായ അംഗത്വം എന്ന് പറയുന്നത് ജന്മനാ ലഭിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ജന്മനാ ലഭിക്കുന്ന സമുദായ അംഗത്വം ഒരിക്കലും റദ്ദാക്കാൻ സഭാ അധികാരികൾക്ക് അതിനുള്ള അധികാരമില്ല എന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതേസമയം ജ്ഞാനായ സമുദായ പാരമ്പര്യവും സ്വത്വവും പാലിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം പിന്തുടരുന്നത് എന്നായിരുന്നു കോട്ടയം അതിരൂപതയുടെ നിലപാട്. നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഉൾപ്പെടെ കോട്ടയം അതിരൂപത എന്തായാലും പരിഗണിക്കുന്നുണ്ട്. ശരി.